നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലം മനുഷ്യരെ പലപ്പോഴും അകറ്റുന്നു. എന്നാൽ ചില ബന്ധങ്ങൾ കാലത്തിന്റെ ദൂരത്തേക്കാൾ ശക്തമാണ്. കുട്ടനാട് സെന്ററിലെ സജീവ പ്രവർത്തകയായ നിർമ്മല ടീച്ചർ ഈ വരികൾ കുറിച്ചത് ഹോം കെയറിനിടയിലുണ്ടായ ഹൃദയസ്പർശിയായ ഒരു അനുഭവം പറയാനാണ്. സഹോദരങ്ങളെങ്കിലും 10 വർഷമായി തമ്മിൽ കാണാത്ത 86 വയസ്സുള്ള ശിവപ്രസാദ് പിള്ളയും 80 വയസ്സുള്ള വിജയലക്ഷ്മിയും വീണ്ടും കണ്ടുമുട്ടിയ നിമിഷങ്ങളെക്കുറിച്ച് പറയാൻ. ആ കൂടിക്കാഴ്ച ഒരു സാധാരണ കൂടിക്കാഴ്ചയല്ലായിരുന്നു. ഹോം കെയറിലെ സംസാരത്തിനിടയിൽ ചക്കുളത്ത് ഹോം കെയർ പോകുന്നത് അറിയാനിടയായപ്പോഴാണ് തന്റെ പെങ്ങൾ അവിടെയുണ്ടെന്നും കാണാൻ ആഗ്രഹമുണ്ടെന്നും ശിവപ്രസാദ് അറിയിച്ചത്. തുടർന്ന് ആൽഫയുടെ വാഹനത്തിൽ കൊണ്ടുപോകാമെന്ന് കരുതിയെങ്കിലും പല കാരണങ്ങളാൽ അത് നടന്നില്ല. അങ്ങനെയാണ് സെന്ററിന്റെ 2 ഹോം കെയർ ടീം അംഗങ്ങൾ ചേർന്ന് ഇരുവരെയും വീഡിയോ കോളിൽ സംസാരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇരു സംഘങ്ങളും ഓരോ വീടുകളിലെത്തി ഹോം കെയർ ടീമിന്റെ മൊബൈലിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കുകയായിരുന്നു. അതിവൈകാരികമായിരുന്നു ആ കൂടിക്കാഴ്ച. സ്ക്രീനിൽ ഇരുവരും കണ്ടപ്പോൾ പറയാൻ വിശേഷങ്ങളേറെ. വാക്കുകൾ തളർന്നപ്പോൾ തളരാത്ത കണ്ണുകളാൽ 10 വർഷത്തിന്റെ ദൂരം മായ്ച്ചു കളയുകയായിരുന്നു ഇരുവരും. നിർമ്മല ടീച്ചർ വീണ്ടും പറയുന്നു, കാലം ശരീരങ്ങളെ ക്ഷീണിപ്പിച്ചേക്കാം, എന്നാൽ സഹോദര ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് വിള്ളലേൽപ്പിക്കാൻ കാലത്തിന് കഴിയില്ല തന്നെ. ഒപ്പം സമാഗമത്തിന് മുൻകൈയെടുത്ത സിസ്റ്റർമാർ മഞ്ജു, ലിജി, ബീന, ജ്യോതി എന്നിവർക്ക് നന്ദിയും. വേദനകൾക്കും മരുന്നുകൾക്കും അപ്പുറത്ത് മനസ്സുകൊണ്ടുള്ള തലോടലിന് ശക്തിയേറെയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ടീച്ചർ അടിവരയിടുന്നു. പുനലൂർ MAM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ അന്നമ്മ ടീച്ചർ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽ ഗീവർഗീസ്, ഗൗരി സ്വപ്ന എന്നിവർ ക്ലാസ് നയിച്ചു. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം തിരുമല KS എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ വിനോദ് RB നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ കീർത്തി കൃഷ്ണ, ഗൗരി കൃഷ്ണ എന്നിവർ ക്ലാസ് എടുത്തു. NSS ഇൻചാർജ് രാജശ്രീ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.